ഹലോ മൈ ഡിയർ കുട്ടീസ്, ഏകദേശം ഒരു മാസമായിട്ട് ഞാൻ കിടന്ന് തലകുത്തി പണിയാണ് കേട്ടോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റുഡിയോ മേക്ക് ഓവറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പോർഷനാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ഒരു 2-3 എപ്പിസോഡായിട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഏകദേശം ഒരു വർഷം മുന്നേ ഞാൻ ചെയ്തൊരു വർക്കാണിത്. ബാക്ക് ഡ്രോപ്പായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ വരച്ചതാണ്. കുറേ വീഡിയോസിൽ, പ്രത്യേകിച്ച് ക്രാഫ്റ്റ് മറിൻ്റെന്ന് പറഞ്ഞ ചാനലിൽ ഒരുപാട് വീഡിയോസിൽ ഇത് ബാക്ക് ഡ്രോപ്പായിട്ട് വന്നു. പക്ഷെ ഞാനിത് പേപ്പർ കൊണ്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫെയ്ഡായി പോയിട്ടോ. പെട്ടെന്നല്ല, 1 ഇയറൊക്കെ നിന്നു. അപ്പം ഞാനതൊന്ന് മാറ്റി നമുക്ക് പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഈ ബ്രാഞ്ചസൊക്കെ പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോഴേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആ ഇലയും പൂവൊക്കെ ഞാൻ ഒട്ടിച്ച് വെച്ചിരുന്നതേ ടിക് ടാക് ഗ്ലൂ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ പാടിങ്ങനെ ഭിത്തിയിൽ കിടപ്പുണ്ട്. അതാണ് ഞാൻ നൈഫ് വെച്ച് ഉരച്ച് കളഞ്ഞത്. എന്നിട്ട് ഇച്ചിരി മുന്നേ കാണിച്ച ആക്രിലിക് പെയിൻ്റ് ഇല്ലേ, അത് ഉപയോഗിച്ചിട്ട് ഞാൻ ആദ്യം ലീഫ് വരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 ലീഫ് ഞാൻ ആദ്യം പെയിൻറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അത് കഴിഞ്ഞാണ്, ഇതിപ്പോഴത്തെ കാര്യമല്ല, പണ്ടത്തെ കാര്യമാണേ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പേപ്പർ വെച്ച് മൊത്തം ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ ലീഫ് തന്നെ ആദ്യം ഒന്ന് പുതിയ ഷേപ്പിലേക്ക് മാറ്റിയെടുത്തു. പിന്നെ ബാക്കിയെല്ലാം ലീഫ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അധികം ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല, കാരണം നമ്മൾ അടുത്തുനിന്ന് കാണുന്ന ഒരു വ്യൂ അല്ലല്ലോ, നമ്മൾ ദൂരേന്ന് കാണുന്ന വ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അക്രിലിക് പെയിൻറ്റാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ട്യൂബിലുള്ള പെയിൻറ്റാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ആദ്യം ഒന്ന് ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് ലീഫ് ഷേപ്പിൽ. എഡ്ജസ് ഒന്നും നോക്കുന്നില്ല, ചുമ്മാ ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് അങ്ങ് വരച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലൈറ്റ് യെല്ലോയും കൂടെ ചേർത്ത് അതിൻ്റെ അരികൊക്കെ ഒന്ന് എന്താ പറയുന്നത് ഫിനിഷ് ചെയ്ത്, ഇപ്പോൾ ദൂരേന്ന് കാണുന്നതുകൊണ്ടാണ് കേട്ടോ. അടുത്തുനിന്ന് കാണുമ്പോൾ മഹാവൃത്തികേടാണ്. അപ്പോൾ ആ വൃത്തികേടൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഞാനൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേ എന്ത് മരമാണ് ഞാൻ വരയ്ക്കുന്നതെന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ മനസ്സിൽ ചിലതൊക്കെ ഉണ്ട് കേട്ടോ. വരച്ച് വരുമ്പോൾ അതുപോലെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ലീഫൊക്കെ ഏകദേശം വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പൂ വരയ്ക്കണം. അപ്പോൾ ഒരു പൂവായിട്ടല്ല, ഒറ്റ പൂക്കളായിട്ടല്ല, ഒരു എന്താ പറയുന്നത്, പൂത്തിളഞ്ഞ് നിൽക്കുന്ന മരം, അതാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പൂക്കളായിട്ടൊന്നും വരയ്ക്കുന്നില്ല. കുറച്ച് എതളുകൾ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. വരച്ച് അവസാനം മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കളേഴ്സ് എടുത്തിരിക്കുന്നത് പിങ്ക്, വൈറ്റ്, പിന്നെ റെഡ്. പിങ്ക് എന്ന് പറയുന്നത് ഡാർക്ക് പിങ്ക് കേട്ടോ. അപ്പോൾ ഇത് 3 കൂടെ എടുത്തിട്ട് അതിൻ്റെ പല ഷെയ്ഡ്സ് ഇങ്ങനെ ഉപയോഗിക്കാമെന്നാണ് വിചാരിക്കുന്നത്. സ്റ്റുഡിയോ മേക്കർ എന്നൊക്കെ പറഞ്ഞാലും ശരിക്കും ഒരു സ്റ്റുഡിയോ ഒന്നും അല്ല കേട്ടോ. എൻ്റെ വീട്ടിലെ ബാൽക്കണിയാണ്. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് ബാൽക്കണിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ റൂമിൻ്റെ, ഒരു സ്റ്റഡി റൂമിൻ്റെ സ്പേസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് അങ്ങ് എടുത്തേക്കുന്നതാണ്. 2 ചാനലും കൂടെ അങ്ങോട്ടായപ്പോഴേ ഒരുപാട് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്ത് ആകെ അങ്ങ് മെസ്സി ആയിപ്പോയി. അപ്പോൾ എനിക്ക് വർക്കൊക്കെ ചെയ്യാനുള്ള ഒരു മൂടേ അങ്ങ് പോയി. കാരണം ഇവിടെ കുറേ സാധനം, അവിടെ കുറേ സാധനം, എല്ലാം കൂടെ മാനേജ് ചെയ്യാനേ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു സൈഡിൽ നിന്ന് അങ്ങ് ഒതുക്കിയെടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇത് മൊത്തം ഒന്ന് പണിയാൻ തുടങ്ങിയത്. ഒറ്റ ദിവസത്തെ വർക്കൊന്നും അല്ല കേട്ടോ. കുറേ ദിവസമായിട്ട് കുറേശ്ശെയാണ് ചെയ്യുന്നത്. അറിയാമല്ലോ, വീട്ടിൽ 2 പിള്ളേർ, ഹസ്ബൻഡ് എല്ലാം ഉള്ളൊരു ആളാണ് ഞാൻ. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് അത്യാവശ്യം നല്ല റീച്ചുള്ള പേജാണ്. അപ്പോൾ അവിടെ ഇടാനായിട്ട് എനിക്ക് എന്തായാലും വർക്ക് ഇങ്ങനെ കുറേ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അത് ഇടയ്ക്ക് ബ്രേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന സമയത്തിലാണ് ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് എത്ര സമയം എടുക്കുന്നത്. എന്താണ് വരച്ച് വരുന്നത്? അപ്പോൾ എന്തെങ്കിലും ഐഡിയ കിട്ടിയിട്ടുണ്ടോ? പല ടൈപ്പ് ബ്രഷ് ഇങ്ങനെ മാറി യൂസ് ചെയ്ത് ഇങ്ങനെ കുറേ പെറ്റൽസ് വരച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു 3 മണിയൊക്കെ കഴിഞ്ഞാൽ ഇവിടെ ഫുൾ വെയിലാവും. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറേയൊക്കെ ഞാൻ വീഡിയോ എടുക്കാതെ തന്നെ അല്ലാതെ വരച്ചു, കാരണം സെയിം കാര്യമാണല്ലോ വരയ്ക്കുന്നത്. പിന്നെ ഞാൻ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ. ഇത് വീടല്ല. അപ്പോൾ ഇത് അപ്പാർട്ട്മെൻറ്റിൻ്റെ 5th ഫ്ലോറാണ്. അതുപോലെ ഇത് റെൻറ്റഡ് ഹൗസാണ്. അപ്പം ഞങ്ങൾ ഈ വീട് ആദ്യം കാണാൻ വരുമ്പം ഇതിൻ്റെ ഓണറാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് കുറേ പെറ്റ്സ് ഉണ്ടായിരുന്നു. പൂച്ച, പട്ടി, പിന്നെ കുറേ ബേർഡ്സ്. അപ്പോൾ ഇതിനൊക്കെ ഇവരിട്ടിരുന്ന സ്ഥലമാണ് ഈ ബാൽക്കണി കേട്ടോ. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ അത് ക്ലോസ്ഡ് ആക്കി വെച്ചത്. അപ്പം ഞാൻ വന്നിട്ട് അവരെല്ലാം ഒഴിഞ്ഞല്ലോ. അപ്പം പിന്നെ
എനിക്ക് തോന്നി ഇത് നല്ലൊരു സ്റ്റുഡിയോ സ്പേസ് ആണെന്ന് തോന്നി. അങ്ങനെ ഞാൻ വന്നിട്ട് പിന്നെ ഇതെൻ്റെ ആർട്ട് വർക്കൊക്കെ വെക്കുന്ന സ്ഥലമാക്കി മാറ്റി. അപ്പം ഓണറിനും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ, നമ്മളിങ്ങനെ വരയ്ക്കുന്നതുകൊണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോസ്റ്റ്യൂം കണ്ടിട്ട് ഞാനിതെല്ലാം ഒറ്റ ദിവസം ചെയ്തതെന്ന് ആരും തെറ്റിദ്ധരിക്കരുതേ. ഒരേ കോസ്റ്റ്യൂമിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ മാത്രം ഈ ഡ്രസ്സ് എടുത്തിട്ടുകൊണ്ടിരുന്നതാണ് കേട്ടോ. പക്ഷേ 2 ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ക്ഷമ നശിച്ചു. 2-3 ദിവസം ഇതിൽ തന്നെ വർക്ക് ചെയ്തെന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായത് നടക്കുന്ന പരിപാടിയല്ലാന്ന്. കാരണം ഒന്ന് ചെയ്ത് പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പിന്നെ ഇതിലൊന്ന് തൊടാൻ പറ്റുക. അപ്പോൾ അങ്ങനെ പെയിൻറ്റിങ് പാർട്ട് തീർന്നിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്കിത് ആ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇങ്ങനെ കുറച്ച് ലൈറ്റ് കളറിൽ കൊടുക്കുമ്പോഴത്തേക്കിനും കുറച്ച് ദൂരേന്ന് കാണുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും. പിന്നെ ഈ ബ്രാഞ്ചസൊക്കെ ഒന്ന് ചെറുതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ വെറുതെ ബ്ലാക്ക് കൊണ്ട് ഇങ്ങനെ വരച്ചിട്ടേക്കായിരുന്നു കേട്ടോ. അങ്ങനെ പെയിൻറ്റിങ് പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് അലങ്കോലപ്പണികളൊക്കെ ചെയ്യണമല്ലോ. അതിന് ഞാൻ നേരത്തെ ചെയ്തു വെച്ച കുറച്ച് സംഭവങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഈ ചെയ്യുന്ന വീഡിയോ ഞാൻ പണ്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ മുകളിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ഈ ഒട്ടിക്കുന്ന ടേപ്പ് 3M ടേപ്പ് എന്ന് പറയും. ഇത് സാധാരണ 2 സൈഡ് ടേപ്പിനേക്കാളും കുറച്ചുകൂടെ പശയുള്ളതാണ്. അപ്പോൾ നമ്മൾ ബാൽക്കണി വെക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഈർപ്പമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പശ കൊണ്ട് ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഈ മൂങ്ങക്കുട്ടന്മാർ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ചെയ്തിട്ട് ഏകദേശം ഒരു 2 വർഷമായെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് 3 എണ്ണം ഉണ്ടായിരുന്നേ. ഇതിലൊന്ന് താഴെ വീണ് പൊട്ടിപ്പോയതാണ്. അപ്പോൾ എന്തായാലും എല്ലാം ശരിയാക്കുമല്ലേ, ഇത് ശരിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കയ്യിൽ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാലേ, എനിക്ക് മോൾഡിറ്റിന് അലർജി ഉണ്ടേ. ചിലപ്പോൾ കയ്യിൽ ചൊറിച്ചിൽ വരാറുണ്ട്. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇതുപോലെ പൊട്ടിപ്പോയ ഭാഗങ്ങളൊക്കെ യോജിപ്പിക്കുമ്പോഴേ നമുക്ക് ആദ്യം അവിടെ ഒന്ന് കുറച്ച് വെള്ളം ഒന്ന് തൂത്ത് കൊടുത്താൽ നല്ലൊരു ബോണ്ട് കിട്ടും. രണ്ടാമത് ചെയ്യുന്ന സാധനവും ആദ്യത്തതും തമ്മിൽ നന്നായിട്ടൊന്ന് ഒട്ടിക്കിട്ടും. അപ്പം ആദ്യം ഞാൻ ചെയ്തിരുന്നത് ക്യാമലിൻ്റെ ക്ലേ വെച്ചിട്ടാണ്. അത് ഒരു പച്ച കളറിലെ ക്ലേ ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ കയ്യിലില്ല. അപ്പോൾ നമുക്ക് മോൾഡിറ്റ് കൊണ്ട് ബാക്കി ചെയ്യാം. പിന്നെ ഈ ടൂളൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിച്ചാണ്. ഒരു സെറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും, ക്രാഫ്റ്റ് ക്ലേ മോഡലിംഗ് ചെയ്യുന്ന ടൂൾസ്. അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പേപ്പർ കട്ടർ, പേന ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ടെക്സ്ചർ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ ടൂൾസ് വേണമെന്നൊന്നും ആവശ്യമില്ല. പിന്നെ ഇത് വളരെ അഫോർഡബിളാണ്. ഒരു 200 രൂപയിൽ താഴെ നമുക്ക് വാങ്ങാൻ കിട്ടും. കണ്ണൊക്കെ പൊട്ടിപ്പോയായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണൊക്കെ ചെയ്യാണ്. പണ്ട് ഞാൻ എങ്ങനെയാണ് കണ്ണ് ചെയ്തതെന്നൊന്നും ഇപ്പോൾ ഓർക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് ഞാൻ ഏകദേശം അതുപോലൊക്കെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഈ മൂങ്ങേനെ ഉണ്ടാക്കിയിരിക്കുന്ന എന്തിലാണെന്നറിയാമോ? കൊട്ടത്തേങ്ങയില്ലേ, ഉണങ്ങിപ്പോയ തേങ്ങ, അതിൻ്റെ മുകളിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പം ഞാൻ മുകളിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ കയറി കണ്ടു നോക്കാം. ഓക്കെ, ഇത് ഇത്ര വർഷമായിട്ട് ഇതിനൊരു കുഴപ്പമില്ല കേട്ടോ. ആ തേങ്ങ ഒന്നും പോയിട്ടൊന്നുമില്ല. നല്ലോണം ഉണങ്ങിയ തേങ്ങയായിരുന്നു. ചെറിയൻ്റെ സൈഡിലൊരു ചെറിയ പൊട്ടലുണ്ട്. അതുകൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെറ്റാകും കേട്ടോ. പിന്നെ മോൾഡിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 90 മിനിറ്റ്സിനുള്ളിൽ സെറ്റായി കിട്ടും. പിന്നെ ഞാൻ എൻ്റെ കളറൊന്ന് ചെറുതായിട്ട് മാറ്റി കേട്ടോ. ചെറുതായിട്ടല്ല, മൊത്തം മാറ്റാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലെ സെയിം കളറായിരുന്നല്ലോ മൂങ്ങയ്ക്ക്. അപ്പോൾ അത് കാണില്ല എന്ന് വിചാരിച്ചിട്ടാണ് മാറ്റിയത്. പക്ഷെ മാറ്റി കഴിഞ്ഞിട്ടും എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്കൊന്ന് മാത്രം നമുക്ക് വേറൊരു കളർ കൊടുക്കണം എന്ന് തോന്നുന്നു. അത് ഞാൻ കൊടുത്തിട്ടില്ല. ഇനി ഇടയ്ക്ക് എപ്പോഴെങ്കിലും പെയിൻ്റ് എടുക്കുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. അന്നേരം എനിക്ക് മടി തോന്നി, ഞാൻ കൊടുത്തില്ല. കണ്ണിന് ചിലപ്പോൾ വേറൊരു കളർ കൊടുത്താൽ വൃത്തികേടൊന്ന് മാറിക്കിട്ടുമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എന്ത് വർക്ക് ചെയ്താലുമേ ലാസ്റ്റ് അതിൻ്റെ കണ്ണ് കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനൊരു ജീവൻ ഫീൽ ചെയ്യുക. ശരിയല്ലേ? അതുകൊണ്ട് ഞാൻ എപ്പോഴും ലാസ്റ്റാണ് കേട്ടോ കണ്ണ് ചെയ്യാറ്. പിന്നെ നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്ന മൂങ്ങയിലും അതുപോലെ ഇപ്പോൾ ചെയ്തതിലും ഒക്കെ ഞാൻ ഒന്നുകൂടെ വാർണിഷൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ വാർണിഷ് ചെയ്തതാണ്, അതുകൊണ്ടാണ് മങ്ങാതിരുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 എണ്ണത്തിൽ നിങ്ങൾക്ക് ഏതിനെയാണ് ഏറ്റവും ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ 3ാമത്തെ മൂങ്ങയെ കൂടെ നമ്മളിതാ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇതുപോലൊരു ഹുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് പൊട്ടി താഴെ വീണാണ് പുള്ളിക്കാരൻ പീസായത്. അപ്പോൾ നമ്മൾ പുതിയ ഒരെണ്ണം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ പ്രോജക്റ്റ് വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. പിന്നെ ദാ ഈ സ്റ്റിക്കർ കാണുന്നിടത്തൂടെ ഞാനൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ, അപ്പോൾ അത് കാണില്ലല്ലോ. അങ്ങനെ ഇതാണ് നമ്മുടെ ഈ ഒരു വോൾ മ്യൂറൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ചത് ബൊഗെയിൻവില്ലയാണ് കേട്ടോ, അങ്ങനെയൊന്നും ആയിട്ടുണ്ടോയെന്ന് അറിയില്ല. പിന്നെ അതിൻ്റെ നടുക്ക് കുറച്ച് വെള്ള പൂക്കൾ ഉണ്ടാവാറില്ലേ, അതുകൂടെ വരച്ച് കൊടുക്കണമെന്നുണ്ട്. ചിലപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ വരയ്ക്കുമായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും സ്നേഹം മാത്രം, നന്മകൾ നേരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.